കാലം വൃഥാ കളയരുതെന്ന് വിശ്വാമിത്ര മഹർഷി പറയുന്നത് അർത്ഥഗൗരവത്തോടെയാണ്. ദുഷ്ടനിഗ്രഹവും ധർമ്മസംസ്ഥാപനവും യഥാവിധി നടക്കുന്നത് കാലം എന്ന മാധ്യമത്തിലൂടെയാണ്. ജനക മഹാരാജാവിൻ്റെയും രാമലക്ഷ്മണന്മാരുടെയും ചേഷ്ടകൾ മാത്രമല്ല, അവയ്ക്കു പിന്നിലെ സാംസ്കാരിക മഹിമ കൂടി ഈ ഭാഗത്തു വ്യക്തമാകുന്നു. രാമലക്ഷ്മണന്മാർ ജനക മഹാരാജാവിൻ്റെ മുമ്പിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത്. കാമദേവനു പോലും നമസ്കരിക്കാൻ തോന്നുന്നത്ര സൗന്ദര്യത്തോടും തേജസ്സോടും കൂടി ശോഭിക്കുന്നു. രാമലക്ഷ്മണന്മാർ നരനാരായണന്മാരാകിയ മൂർത്തികളോ എന്ന ചോദ്യത്തിൽ നിന്ന് കുമാരന്മാരിലെ ആത്മീയ ചൈതന്യം അറിയുന്നു. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണം അരുൾ ചെയ്താൻ: ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ടാനേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവർ ആരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാർ ആകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ.